ബഹുമാനപ്പെട്ട മുരളി സാർ, പ്രിയപ്പെട്ട ടീച്ചർ, സ്നേഹം നിറഞ്ഞ രാധാകൃഷ്ണൻ സാർ, ONV സാറിനെ കുറിച്ച് ധാരാളം പ്രഭാഷണങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. അതെല്ലാം ഓർമ്മയിലേക്ക് വരികയാണ്. മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ ONVയുടെ കവിതകളെ പഠിക്കുന്നതിന് ആരംഭിച്ചിട്ടുള്ള ഈ വലിയ പ്രവർത്തനത്തിൻ്റെ തുടക്കമായി, അല്ലെങ്കിൽ മധ്യേ ഇങ്ങനെ ഈ നിലയിലൊരു മീറ്റിംഗ് സംഘടിപ്പിച്ചത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്ന് മാത്രമല്ല, അതിൽ സംസാരിക്കാൻ യോഗ്യരായ ധാരാളം പ്രതിഭകൾ മുണ്ടശ്ശേരി ഫൗണ്ടേഷന് സ്വന്തമായിട്ടുണ്ട്. അതിൽ മുരളി സാറിനെ നമ്മൾ ആദ്യം പറയും. രാജശേഖരൻ സാറിനെ പോലെ, സോമൻ സാറിനെ പോലെയുള്ളവർ ഓരോരുത്തരും ONV സാറുമായി നിരന്തരമായി സംസാരിക്കുകയും സാറിനോടൊപ്പം ജീവിതം പങ്കിടുകയും ചെയ്ത ധാരാളം പേർ ഉണ്ടായിരിക്കെ വളരെ കുറച്ച് സമയം മാത്രം ONV സാറുമായി ഇടപഴകിയിട്ടുള്ള എന്നെപ്പോലൊരാളെ ഈ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചതിലുള്ള സന്തോഷവും നന്ദിയും ഞാൻ ആദ്യമേ പറയുകയാണ്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടെങ്കിലും വളരെ ചുരുക്കി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ ഈ ഉത്തരവാദിത്വം ഞാൻ നിർത്തിക്കൊള്ളാം. ടീച്ചർ വളരെ വൈകാരികമായി അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചു. ഇത്ര പെട്ടെന്ന് ടീച്ചർ പ്രസംഗം നിർത്തുമെന്ന് ഞാനും വിചാരിച്ചില്ല. പക്ഷേ പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്നുള്ളത് പിശുക്കിൻ്റെ ഒരു ലക്ഷണമാണ്. പിശുക്ക് ഒരു സാമ്പത്തിക ശാസ്ത്രം മാത്രമല്ല, അത് സ്വഭാവത്തിലും ഉണ്ടായിരിക്കണമെന്ന് ജീവിതത്തിലൂടെ കാട്ടിത്തന്ന ഒരാളാണ് ONV സാറ്. സാർ ആരെയും വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം സാറിൻ്റെ വീട്ടിൽ നിന്നൊരിക്കൽ ഞാൻ തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിലും ഊർജത്തോടു കൂടി സാറിൻ്റെ വീട്ടിലേക്ക് ഒന്നിലേറെ തവണ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് രണ്ടും അപൂർവ വസ്തു നിർമ്മാണ ക്ഷമതയാണ് കവിതയുടെ ലക്ഷണശാസ്ത്രമെന്ന് ടീച്ചറും ഉണ്ട്. ഞാൻ പേര് പറഞ്ഞപ്പോൾ ടീച്ചറും ONV സാറുമായി ധാരാളം പേർ, സരിതമ്മ ചേച്ചി അടക്കം ധാരാളം പേരുണ്ട്, ടീച്ചറുണ്ട്. അപൂർവ വസ്തു നിർമ്മാണ ക്ഷമതയുടെ ഒരു ഭാഷ കൊണ്ടാണ് അദ്ദേഹം വീട്ടിൽ നിന്ന് ആളെ അടിച്ചിറക്കുന്നത്. അതിൽ പിശുക്കനായ ONV വീട്ടിലേക്ക് ആളെ കയറ്റാത്തതിൻ്റെ രംഗം ഞാൻ ആദ്യം പറയാം. വർഷങ്ങൾക്ക് മുൻപ് യൂണിവേഴ്സിറ്റി യൂണിയൻ സംഘടിപ്പിച്ച ഒരു സാഹിത്യ ക്യാമ്പ്, അന്നത് നമ്മളെ വിട്ടുപിരിഞ്ഞ ബിജു സഖാവാണ് അതിൻ്റെ ചുമതലക്കാരനായിരുന്നത്. റഹീം സഖാവൊക്കെ അതിൻ്റെ നേതൃത്വത്തിലുണ്ട്. ആ ക്യാമ്പിൻ്റെ ഡയറക്ടർ വിനേന്ദ്ര മാഷായിരുന്നു. അപ്പം മാഷ് ഇടയ്ക്ക് ക്യാമ്പിൽ അട്ടഹസിക്കുകയും കുസൃതിത്തരങ്ങൾ കാണിക്കുകയും ക്ലാസ് എടുക്കാൻ വരുന്നവരെ വെറുതെ വിടാതിരിക്കുകയും ചെയ്യുന്നവരിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരാളെന്നുള്ള നിലയ്ക്ക് ഇടയ്ക്കൊരു സെഷനിൽ പറഞ്ഞു, ONV വീട്ടിൽ റെഡിയായി നിൽക്കുകയാണ്, വണ്ടി പുറത്തുണ്ട്, പോയി വിളിച്ചിട്ട് വരണം. ഞാൻ സന്തോഷിച്ചു. കാരണം ONV സാറിനെ ഇത്രയും അടുത്ത് കിട്ടുക എന്ന് പറയുന്നത് എന്നെപ്പോലൊരാൾക്ക് അപൂർവമായ ഒരവസരമാണ്. ONV ലോറിയുടെ മുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സാറ് ലോറിയുടെ മുകളിൽ അങ്ങനെ കയറാൻ ധൈര്യമുള്ള ആളാണോ എന്ന് എനിക്ക് സംശയമാണെങ്കിലും അദ്ദേഹം ഇലക്ഷന് മത്സരിച്ചിരുന്ന സമയത്ത് തിരുവനന്തപുരം ജില്ലക്കാർ അദ്ദേഹത്തെ അതുവരെ കയറാത്ത പലയിടത്തും കയറ്റിയിട്ടുണ്ട്. തെങ്ങിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ 12 വർഷത്തിലൊരിക്കൽ ഇറങ്ങുന്ന ഈ ദാരിക കാളി ഉത്സവമുണ്ടല്ലോ, ഈ പറണേറ്റ്, വേണമെങ്കിൽ പറണേറ്റ് നടക്കുകയാണെങ്കിൽ പറണിൻ്റെ മണ്ടയിലും സാറിനെ കയറ്റാൻ കഴിയുന്ന തരത്തിൽ തിരുവനന്തപുരംകാർ വളരെ സ്നേഹിക്കുകയും ഒടുവിൽ ലോറിയിൽ നിന്ന് താഴെ സാറിനെ എടുത്തിടുകയും ചെയ്തു. സാറിനെ കാണാനായിരുന്നു ആൾ കൂടുതൽ, ചാൾസിനെ കാണാൻ ആൾ കുറവായിരുന്നു. അത് ഞാൻ സാക്ഷ്യപ്പെടുത്താം. ചാൾസാണെന്ന് ജയിച്ചത്. ചാൾസിന് കാഞ്ഞിരംകുളം പ്രദേശത്തൊക്കെ കുറച്ച് ആൾക്കൂട്ടം ഉണ്ടായിരുന്നു എന്നുള്ളതൊഴിച്ചാൽ ടൗണിലൊക്കെ ചാൾസിനെ കാണാൻ ആളുകൾക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷെ അന്ന് വോട്ടിടാൻ ആളുകൾക്ക് താല്പര്യം ചാൾസിനോടും തോൽപ്പിക്കാൻ ആളുകൾക്ക് താല്പര്യം ONV സാറിനോടുമായിരുന്നു. സത്യത്തിൽ അന്ന് ONV സാറ് തോറ്റത് വളരെ നന്നായി. കാരണം അതുകൊണ്ട് കുറേ കവിതകൾ നമുക്ക് കിട്ടി. പക്ഷേ ഇന്ത്യൻ പാർലമെൻറ്റിൽ അദ്ദേഹത്തെ ആവശ്യമുണ്ടായിരുന്നൊരു സന്ദർഭം കുറച്ചുകൂടെ കഴിഞ്ഞ് വന്നു. പക്ഷെ അപ്പോൾ സാറിനെ സത്യത്തിൽ പാർലമെൻറ്റിന് ആവശ്യമില്ല, സാറിന് മലയാള കവിതയ്ക്കായിരുന്നു ആവശ്യം. സാർ അതുകൊണ്ട് തുരുതുര കവിതകൾ എഴുതുകയും
ഒരുപക്ഷെ പാർലമെന്ററി ജനാധിപത്യത്തിൽ സാറിനെ പോലെ ഒരാളുടെ ശബ്ദം മുഴങ്ങാനുള്ള ഭാഗ്യം പാർലമെന്റിന് കിട്ടാതെ പോവുകയും ചെയ്തു. അതൊരു നഷ്ടമാണ്. അതും കാണാതിരിക്കുന്നില്ലെങ്കിൽ പോലും സാറ് വീട്ടിലേക്ക് കയറിയ ഞാനും എൻ്റെ കൂടെയുള്ള ആളാരെന്ന് ഞാൻ ഓർക്കുന്നില്ല. കയറിയപ്പോൾ തന്നെ സാറ് അവിടെ റെഡിയായി നിൽക്കുകയാണ്, നല്ല വെള്ളയ്ക്ക് വെള്ളയൊക്കെ ഇട്ടിട്ട്. കൃത്യനിഷ്ഠ കവിയുടെ ഒരു കാളിദാസനെ പോലെ തന്നെ അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ സാറ് വീട്ടിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ കാളിദാസൻ ഹിമാലയത്തിൻ്റെ മണ്ടയ്ക്ക് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. ഒരുപക്ഷെ ഈ പ്രക്രിയയൊക്കെ ഉജ്ജയിനിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കാളിദാസൻ അദ്ദേഹം അടുത്ത് കാണുന്നു, ആ മാളവികാഗ്നി മിത്രം അദ്ദേഹം അടുത്ത് കാണുന്നു, അദ്ദേഹം എഴുത്തച്ഛനെ അടുത്ത് കാണുന്നു, അങ്ങനെ അദ്ദേഹം സൂര്യഗീതം എഴുതുന്നു. അപ്പോൾ എന്നെ ആകർഷിച്ചത് സാർ അകത്തേക്ക് വിളിക്കുമെന്നും അകത്തിരുത്തുമ്പോൾ മുരളി സാറൊക്കെ ആണെങ്കിൽ അകത്തേക്ക് വിളിക്കും, രാജശേഖര സാറൊക്കെ അകത്തേക്ക് വിളിക്കും. എൻ്റെ പ്രതീക്ഷ അകത്തോട്ട് വിളിച്ച് വീട്ടിനകത്ത് ഇരുത്തുമെന്നായിരുന്നു. പക്ഷേ അകത്തോട്ട് പോയിട്ട് നീ ഒന്ന് ഗേറ്റിനകത്തേക്ക് തന്നെ കടക്കേണ്ടതില്ല എന്നുള്ള തരത്തിൽ സാറ് ചോദിച്ചു. വിനയന്ത്രൻ പറഞ്ഞിട്ട് വന്നതല്ലേ ഈ സത്യത്തിൽ? അന്നാണ് ഈ മലയാളത്തിൽ അങ്ങനെ ഒരു സ്വരം ഞാൻ ആ ഒരു ടോൺ ഞാൻ കേൾക്കുന്നത്. നമ്മളൊക്കെ അതുവരെ വിനയചന്ദ്രൻ എന്ന് പറഞ്ഞിരുന്നതിനെ സാറ് വിനയചന്ദ്രൻ എന്ന് പറയൂല, വിനയചന്ദ്രൻ എന്നേ പറയൂ. അത് ഈ രകാരത്തിനും റകാരത്തിനും ഇടയിൽ സാറിന് വേറൊരു സാധനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, വിനയചന്ദ്രൻ. അത് കുഞ്ഞേടത്തി സാറ് ചൊല്ലുന്നതിൻ്റെ ഇടയിൽ എവിടെയോ ഈ സവിശേഷമായ റകാരം ഇറങ്ങി വരും. ഒരുപക്ഷെ ഇതൊക്കെയാണ് ONV സാറിൻ്റെ കിന്നരമെന്ന് ഞാൻ സന്ദേഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീട്ടിൽ കയറ്റാത്ത പിശുക്കനായ ഈ മനുഷ്യൻ, എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ കവി, ഒരു വലിയ മുറിവോടെ അന്ന് ഞങ്ങളോടൊപ്പം വണ്ടിയിൽ കയറുകയും വൈലോപ്പള്ളി സംസ്കൃതി ഭവനിലാണ് അന്നത്തെ ആ എനിക്ക് തോന്നുന്നു നയനാർ സാഹബ് അതിന് മുമ്പാണ്. നയനാർ സാഹബ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ബേബി സാഹബ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ തുടങ്ങിയ സ്ഥാപനമാണല്ലോ അത്. പക്ഷെ അന്ന് ONV സാർ എന്ത് സംസാരിച്ചു എന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല. കാരണം എൻ്റെ ഉള്ളിൽ ഈ വിനയചന്ദ്രനും അകത്തോട്ട് കയറ്റാത്ത ഈ ദുഷ്ടനായ മനുഷ്യനും ഒരാവരണം പോലെ നിന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ഷോക്കിലായിരുന്നെങ്കിൽ പോലും സാറിനെ അത്ഭുതപ്പെടുത്തിയത് സോമൻ സാറിനോടൊപ്പം ഒരിക്കൽ ONV സാറിൻ്റെ വീട്ടിൽ പോയ സമയത്താണ്. അത് ഈ ക്യാമ്പ് കഴിഞ്ഞിട്ടൊരു 2 കൊല്ലത്തിനുള്ളിൽ എൻ്റെ കഥകളുടെ ഒരു കളക്ഷൻ പുറത്തിറക്കാൻ ഞാനാണ് തീരുമാനിച്ചത്, വേറെ ആരും തീരുമാനിക്കില്ല. അപ്പോൾ കേരള കൗമുദിയിലും കലാകൗമുദിയിലും വന്ന കുറച്ച് കഥകളൊക്കെ ചേർത്ത് അന്ന് ഇവിടെ ഇതിനടുത്ത് പ്രവർത്തിച്ചിരുന്ന സീസോ ബുക്സ് എന്ന് പറയുന്ന, അവരിപ്പോൾ ഇല്ല, കെട്ടിടം ഇപ്പോൾ ഇല്ല, ആ സീസോ ബുക്സ് പുതിയ എഴുത്തുകാരുടെ കൃതികൾ ക്ഷണിക്കുന്നു എന്ന് പത്രത്തിൽ ഒരു കുട്ടിച്ചാത്തിന് സേവയുടെ പരസ്യം പോലെ കണ്ടപ്പോൾ ഞാനും ഈ കഥകളൊക്കെ കൂടെ അയച്ചു കൊടുത്ത് നിങ്ങളുടെ കഥ സെലക്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ പുസ്തകം ഇറങ്ങി. അപ്പോൾ എൻ്റെ കഥകളാണ്, എൻ്റെ ആത്മാവിഷ്കാരമാണ്, എൻ്റെ പൊളിറ്റിക്കൽ, എൻ്റെ രാഷ്ട്രീയ നിലപാടുകളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിന് അവതാരിക ആരെഴുതും? അത് മറ്റാരും വേണ്ട, സോമസാർ എഴുതും. കാരണം സാറ് അന്ന് ഓരോ സെമസ്റ്ററിലും നമ്മളിങ്ങനെ പഠിപ്പിക്കുന്നതിൻ്റെ ക്ലാസ് റൂമിനകത്ത് നിൽക്കുമ്പോൾ സോമസാറ് കഥകളെക്കുറിച്ചും നോവലുകളെക്കുറിച്ചും എന്ന് മാത്രമല്ല, സാറിൻ്റെ അവതാരികയോടുകൂടി ആ പുസ്തകം പുറത്തിറക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച് പുസ്തകം അച്ചടിച്ച് കൈ കിട്ടിയപ്പോൾ ഞാൻ സാറിനോടൊരു ആഗ്രഹം പറഞ്ഞു. സാർ, ഒരു അമിതാഗ്രഹമാണ് എൻ്റെ പുസ്തകം ONV സാറ് പ്രകാശനം ചെയ്ത് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു അതൊന്നും നടക്കൂലടേ, നീ വേറെ ആരെങ്കിലും വിളിച്ച് പ്രകാശനം ചെയ്യുമെന്ന് പറയുമെന്ന് വിചാരിച്ചെങ്കിൽ സാറ് പറഞ്ഞു അതിനെന്ത്, ONV സാർ അത് പ്രകാശനം ചെയ്യും. ONV സാറിന് വേണ്ടി സോമസാർ ഉറപ്പ് തരിക. എന്നിട്ട് ONV സാർ പറഞ്ഞു ഇന്ന് വൈകുന്നേരം നമുക്ക് സാറിൻ്റെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ മനസ്സിൽ മറ്റേ ഇതുണ്ട്, ഞാൻ സോമസാറും കൂടെ വീട്ടിൻ്റെ മുറ്റത്ത് നിൽക്കുന്നത് എനിക്ക് താങ്ങാൻ പറ്റില്ല. ഞാൻ മാത്രമാണെങ്കിൽ താങ്ങാൻ പറ്റും. അപ്പോൾ എന്തിനീ ഗേറ്റിൻ്റെ പുറത്ത് നിന്നിട്ട് ഈ അമ്മ ഇതൊക്കെ നമ്മൾ വിളിക്കുന്നത് പോലെ ഒരു പുസ്തകം പ്രകാശനം ചെയ്ത് തരണേ എന്ന് ONV സാറിനോട് യാചിക്കണമല്ലോ എന്ന് കരുതി അന്നൊരു ഓട്ടോറിക്ഷയിൽ കയറി സാർ എന്നെ കൊണ്ട് ONV സാറിൻ്റെ വീട്ടുമുറ്റത്തെത്തി. സത്യത്തിൽ ഈ വക്രോക്തി, വൈചിത്ര്യ, ഭംഗി, ഭണിതി എന്ന് ഞാൻ നേരത്തെ അപൂർവ വസ്തു നിർമ്മാണ ക്ഷമത എന്നല്ലേ പറഞ്ഞോളൂ. ഗേറ്റ് പോലും തുറക്കാത്ത ഈ കവി തൻ്റെ സ്വഭാവത്തിൻ്റെ വൈചിത്ര്യ, ഭംഗി, ഭണിതി കൊണ്ട് സോമൻ സാറിനെ കണ്ടിട്ട്, സോമ വരൂ, അകത്തോട്ട് വരൂ, ഇതാരാ കൂടെ വിളിച്ചോണ്ട് വരൂ. ഇത് ഇദ്ദേഹത്തിന് 2 സ്വഭാവമുണ്ടോ? അകത്തോട്ട് കയറാതെ മാക്സിമം ഞാൻ വിചാരിച്ച സിറ്റ് ഔട്ടിലെങ്ങാനൊരു കസേര, അത് ഏറ്റവും പഴയൊരു കസേര നീക്കിയിട്ട് കൊടുത്തിട്ട് ONV MT ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ എഴുത്തുകാർ വന്നാൽ പോകത്തില്ല, അതുകൊണ്ട് ഇവർ പോവാൻ വേണ്ടി വല്ല മൂട്ടകടി ഉള്ളതോ
അല്ലെങ്കിൽ കൈ അധിക നേരം താങ്ങി വയ്ക്കാൻ പറ്റാത്തത്, ആസനത്തിൽ പാരക്കോല് മാതിരി വല്ല ആണിയും പൊത്ത് കയറുന്നതായ കസേര നീക്കിയിട്ട് കൊടുത്തിട്ട് എൻ്റെ കവിത എഴുതാനുള്ള സമയത്തെ അപഹരിക്കുന്ന എഴുത്തുകാർ വന്നിരിക്കുന്നു. അപ്പോൾ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തോ മാജിക് അല്ലെങ്കിൽ ഷോക്ക് അടിപ്പിക്കുന്നതോ. അപ്പോൾ ഈ വരുന്ന ആൾ പോകണമെന്ന് തോന്നുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ സ്വിച്ച് ഇങ്ങനെ ഇടുന്ന സമയത്ത് ഷോക്ക് അടിച്ചാൽ എണീറ്റ് പോകുന്ന മാതിരി അതൊന്നുമല്ല. സാറ് സോമസാറിനെ അകത്തേക്ക് വിളിച്ചിട്ട് ആ വീടിൻ്റെ ഏറ്റവും ഉള്ളിലേക്ക് കൊണ്ടുപോയി എന്ന് മാത്രമല്ല, അവിടുത്തെ പതുപതുത്ത കസേരയിൽ സാറിനെ ഇരുത്തുകയും ഒരു മൂലയ്ക്ക് എന്നെ ഇരുത്തുകയും, അതാണ് രണ്ടാമതെന്നെ അത്ഭുതപ്പെടുത്തിയത്. സാറ് സോമസാറിന് കൊടുത്ത അതേ സ്നേഹം അദ്ദേഹത്തോടൊപ്പം വന്ന എനിക്കും തരികയും മൂന്നാമതെന്നെ ഞെട്ടിക്കുകയും ചെയ്തു. സരോ, സോമൻ വന്നിരിക്കുന്നു, ചായ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ 2 തളികയിൽ സരോജിനി ടീച്ചർ, പിന്നീട് ടീച്ചറുമായി വളരെ അഗാധമായ ബന്ധം ഉണ്ടാവാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. പക്ഷെ ആ കുടിച്ച ചായയുടെ സാറത് സോമസാർ ഒരു പക്ഷേ മറന്നിട്ടുണ്ടോ? കാരണം സാർ ഒരുപാട് ചായ ഒ.എൻ.വി. സാറിൻ്റെ വീട്ടിൽ നിന്ന് കുടിച്ചിട്ടുള്ളത് കൊണ്ട്, ഞാൻ ആകെ ഒരു ചായ അവിടെ നിന്ന് കുടിച്ചിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടും ഒ.എൻ.വിയെ കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ ഈ ഒരു ചായയുടെ മധുരം നിൽക്കും. അതുകൊണ്ട് ഒ.എൻ.വി. സാറ് എൻ്റെ സമ്പൂർണ്ണ കൃതികൾക്ക് സോമസാർ എഴുതി കൊടുത്ത ആ ഗംഭീരമായ അവതാരിക ഒരുപക്ഷെ മലയാള സാഹിത്യ കൃതികളുടെ കൂട്ടത്തിൽ സവിശേഷമായൊരു സ്നേഹം ആ അവതാരികയുടെ ഉള്ളിലുണ്ട്. അതിൽ ഓരോ വാക്കിലും ഈ പറയുന്നതിൽ ഒരാകാശം, ഒരു ഭൂമി, ആ ഒരു വെളിച്ചം, ഒരു ധ്യാനം, ആ സ്നേഹം മുഴുവൻ ആറ്റിക്കുറുകി എഴുതിയ അവതാരിക എടുക്കുമ്പോഴെല്ലാം, ഞാൻ ഇന്നലെ അത് മറിച്ചു നോക്കി, എടുക്കുമ്പോഴെല്ലാം ഈ ചായയുടെ ആ സ്നേഹം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. പിന്നെ കുറേ കാലം കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി കോളേജിൽ സാറിൻ്റെ ഒരു മീറ്റിങ്ങിന് വസന്ത ടീച്ചർ, ഞങ്ങളുടെ HOD ആയിരുന്ന വസന്ത ടീച്ചർ വിളിച്ചുകൊണ്ട് വരുമ്പോൾ, മീറ്റിങ്ങിന് വരുമ്പോൾ കോപാകുലനായിരിക്കുന്ന ഈ കവി ഒട്ടും കോപമില്ലാതെ ആ തടിപ്പടി ഇങ്ങനെ ചവിട്ടി 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 മണ്ടയ്ക്ക് കയറുമ്പോൾ അദ്ദേഹം പഠിപ്പിച്ച സ്ഥലത്തേക്ക് വർഷങ്ങൾക്ക് ശേഷം വരുന്നു, പുതിയ തലമുറയോട് സംസാരിക്കുന്നു. അവിടുത്തെ ഏറ്റവും മോശപ്പെട്ടൊരു മൈക്കാണെന്ന് സാറിന് സംസാരിക്കാൻ കിട്ടിയത്. സാറ് സംസാരിക്കുമ്പോഴേക്കും ഈ മൈക്ക് ഒടിഞ്ഞ് താഴോട്ട് പോകും. അപ്പോൾ ഒ.എൻ.വി. സാർ അതിനെ ഉയർത്തി മുകളിലേക്ക് വയ്ക്കും. കുറെ കഴിഞ്ഞ് സാറ് സംസാരിച്ച് ചിന്തയുടെ ഹിമാലയം സാറ് ചവിട്ടുമ്പോഴേക്ക് ഇത് ചവിട്ടി താഴെ അറബിക്കടലിലെത്തും. സാർ അതിനെ വീണ്ടും ഉയർത്തി വെച്ചിട്ട് കുറെ കഴിഞ്ഞ് എടുത്ത് സാറ് വലിച്ചു ദൂരെ കളഞ്ഞിട്ട് ഇതൊന്നും വേണ്ട എനിക്ക് സംസാരിക്കാനെന്ന് സാറ് പറഞ്ഞപ്പോഴും ഈ പഠിപ്പിച്ചവരോട് സാറ് കാണിക്കുന്ന സ്നേഹം അന്ന് അതിനോടകം യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു അധ്യാപകനായി മാറിയ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സാറിന് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയ സമയത്തും സാറിൻ്റെ വീട്ടിലേക്ക് ഇതേ വസന്ത ടീച്ചറോടൊപ്പം ഞങ്ങൾ പോയിരുന്നു. അന്ന് എൻ്റെ ജീവിത പങ്കാളി കൂടെയുണ്ട്. അന്ന് അവൾ ഗർഭിണിയാണ്. അപ്പം മോളെ വരൂ, വസന്തേ വരൂ, ആ മോളെ വരൂ, അകത്തേക്ക് വിളിക്കുകയും സാറ് അവളെ അനുഗ്രഹിക്കുകയും കുഞ്ഞിനോട് ഒരുപക്ഷെ ഒരു കവി അകത്തേക്ക് വയറിനുള്ളിലേക്ക് സംസാരിക്കുകയും ചെയ്ത്, അന്നും ചായ കുടിച്ചിട്ട്, അല്ല അന്ന് ചായ കുടിച്ചിട്ടില്ല, അന്ന് ചായ തന്നിട്ടില്ല. അപ്പോൾ സോമസാറിന് മാത്രമായിരിക്കും ചായ കൊടുക്കുക, ചായ കുടിച്ചിട്ടില്ല. തിരിച്ചിറങ്ങുന്ന സമയത്ത് സാർ ഒരു ചോദ്യം ചോദിച്ചു, ജ്ഞാനപീഠം കാണണ്ടേ, പുരസ്കാരം കാണണ്ടേ? അപ്പോൾ സാറിൻ്റെ വീടിൻ്റെ ആ സിറ്റ് ഔട്ടിനോട് ചേർന്നുള്ള തേക്കും തടിയിലെ ആ വാതിൽ തുറന്ന് ആ റൂമിനകത്തേക്ക് കയറിയിട്ട് സാറ് ജ്ഞാനപീഠം എടുത്ത് കൈവശം. സാധാരണ ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയതിൻ്റെ ചൂട് പോലും മാറിയിട്ടില്ല. അപ്പം ഇത് വന്നവരാരാണെന്നത് സാറിന് അറിയില്ല. പക്ഷേ സാറാ ജ്ഞാനപീഠം കയ്യിലേക്ക് നോക്കാൻ തരുമ്പോൾ ജീവിതത്തിൽ ആകെ ഒരൊറ്റ ജ്ഞാനപീഠം മാത്രമേ ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടുള്ളൂ. അത് ഒ.എൻ.വി. സാറിൻ്റെ ജ്ഞാനപീഠമാണ്. അത് ആ ജ്ഞാനപീഠ പുരസ്കാരം വരെ ഈ വിനയചന്ദ്രൻ എത്തിച്ചു എന്ന് പറയുമ്പോൾ ജീവിതത്തിലെ 4 പ്രധാനപ്പെട്ട സന്ദർഭങ്ങളായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ആ ഡിഗ്രി കാലവും PG കാലവും എന്ന് മാത്രമല്ല, എൻ്റെ പ്രകാശനത്തിന് സാറ് വരികയും സാറ് വളരെ നന്നായി സംസാരിക്കുകയും ചെയ്തു എന്നുള്ളതും ഒ.എൻ.വി. സാറിനെ കുറിച്ചിട്ടുള്ള ഓർമ്മയിൽ എന്നെ ഉള്ളിൽ നിൽക്കുന്ന, ഞാനിതൊന്നും സംസാരിക്കാനല്ല ആഗ്രഹിച്ചത്. ടീച്ചർ വളരെ വൈകാരികമായി സംസാരിച്ച് വേറെ കുറേ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നുമില്ല. എന്നെ ഒ.എൻ.വി. സാറ് ഞെട്ടിച്ച പിന്നെയും സന്ദർഭങ്ങളുണ്ട്. അപ്പം ഇതിലെല്ലാം മുരളി സാറ് സാക്ഷിയാണ്. എൻ്റെ പ്രകാശനത്തിന് സാറായിരുന്നു പ്രധാനപ്പെട്ട ഒരു ചുമതലക്കാരനായി. പുക്കാസയാണെന്നത് നടത്തിയത്. മുരളി സാറ് കൂടെയുണ്ട്. എനിക്ക് തോന്നുന്നു മുരളി സാറിനോട് ഒ.എൻ.വി. സാറിനുള്ള സ്നേഹം വേറൊരു തരത്തിലാണ്. അല്പം പേടിയൊക്കെ ഒ.എൻ.വി. സാറിന് മുരളി സാറിന് ഉണ്ടെന്ന്. സംഘടന എന്ന് പറയുമ്പോൾ സംഘടനയുടെ നേതൃത്വം എന്നുള്ള നിലയിൽ മുരളി സാറിനോട് കാണിച്ചിരുന്ന വാത്സല്യവും ഇഷ്ടവും വേറൊരു തരത്തിലും കണ്ടറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാമാണെങ്കിലും ഒ.എൻ.വിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന സ്ഫോടനാത്മകമായൊരു സന്ദർഭം
ശ്രീകണ്ഠ സാറിനും വിദ്യാസാഗർ സാറിനൊക്കെ അത് ഓർമ്മയുണ്ടാവും. സോമസാറിൻ്റെ അമ്മ ദൈവങ്ങളും സാഹിത്യ ചരിത്രവും എന്ന പുസ്തകം പ്രഭാത് പ്രസിദ്ധീകരിച്ച ഫസ്റ്റ് എഡിഷൻ്റെ ഒരു ചർച്ച ട്രിവാൻഡ്രം ഹോട്ടലിൽ വെച്ച് നടത്തിയിരുന്നു. സാർ അധ്യക്ഷനായിരുന്നു. ആ മീറ്റിങ്ങിൽ നടുവട്ടം സാറ് പ്രബന്ധം അവതരിപ്പിച്ചു. ONV സാറ് ആ മീറ്റിങ്ങിൽ സംസാരിക്കാൻ വേണ്ടി വന്നു എന്ന് മാത്രമല്ല, അന്ന് PGക്കൊക്കെ പഠിക്കുകയാണ് ഞാൻ. എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുണ്ട്. സാറിൻ്റെ ആ പ്രസംഗം എനിക്കിപ്പോഴും എൻ്റെ ഹൃദയത്തിൽ കൊത്തിയതുപോലെ ഇരിപ്പുണ്ട്. അന്ന് സാർ സംസാരിച്ച ഒരു കാര്യം പിന്നീട് ജീവിതത്തിൽ മറ്റൊരു തരത്തിൽ ആവിഷ്കരിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട്, പണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ സാർ MAക്ക് പഠിക്കുന്ന കാലത്ത്, അന്ന് തിരുനെല്ലൂർ സാറുണ്ട്, അദ്ദേഹം BA എക്കണോമിക്സ് ആയിരുന്നല്ലോ ഡിഗ്രി പഠിച്ചിട്ട് MA മലയാളം പഠിക്കാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ വരികയും, അന്ന് യൂണിവേഴ്സിറ്റി കോളേജിലെ ക്ലാസ് മുറി എന്ന് പറയുന്നത് ഇന്നത്തെ ആ ഓറിയൻ്റൽ ബ്ലോക്കിൻ്റെ ഇപ്പുറത്തെ കെട്ടിടമല്ല, ഇപ്പോഴത്തെ മെയിൻ ബിൽഡിങ്ങിലെ എക്കണോമിക്സ് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ് ലൈബ്രറിയുടെ മുകളിലാണ്. സാർ അത് ഓരോന്ന് എടുത്തെടുത്ത് പറഞ്ഞു. അന്ന് തിരുനെല്ലൂർ സീനിയറാണ്, ONV സാർ ഒരു കൊല്ലം ജൂനിയറാണ്. ഇവരിങ്ങനെ ക്ലാസ്സിൽ ഉച്ചയ്ക്ക് ക്ലാസ്സിൻ്റെ ലെഷർ ടൈമിൽ അങ്ങനെ നിൽക്കുമ്പോഴുണ്ട്, ഉടുപ്പൊന്നും ഇടാത്തൊരു മനുഷ്യൻ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് വരുന്നു. അപ്പോൾ വലിയ തോർത്തൊക്കെ ഉണ്ട്, ആഢ്യനാണ്, കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ONVയുടെയൊക്കെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എവിടെ നിങ്ങളുടെ പ്രൊഫസർ എന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചു, ഏത് പ്രൊഫസറാണ്? ആ ഇളംകുളം പ്രൊഫസർ എവിടെ, കാണണം. പറഞ്ഞു, പ്രൊഫസർ ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുകയാണ്. അയാളെ എനിക്കൊന്ന് കാണേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ആഢ്യൻ കക്ഷത്ത് അടുക്കി വച്ചിരിക്കുന്ന കുറേ ലഘുലേഖകളിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ONVക്ക് ഒരെണ്ണം കൊടുത്തു, ഒരെണ്ണം അപ്പുറത്ത് കൊടുത്തു. അത് ഇളംകുളത്തിൻ്റെ നമ്പൂരി ശകാരത്തിനെതിരെയുള്ള കാണിപ്പയ്യൂരിൻ്റെ മറുപടിയാണ് ആ ചെറിയ പുസ്തകം. എന്നിട്ട് ആ പുസ്തകത്തിലെ ചെറിയ ഡീറ്റെയിൽസിനെ കുറിച്ച് ONV സാറ് പറഞ്ഞു. അപ്പോൾ ആരോടോ ചോദിച്ചു, എവിടെയാണ് ഈ ഇളംകുളത്തിൻ്റെ വീട്? അടുത്തെങ്ങാൻ, അത് ആയുർവേദ കോളേജിൻ്റെ അടുത്തെങ്ങാണ്ടാണ്. ശരി, ഞാൻ അങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഗേറ്റ് തിരിച്ചിറങ്ങി. ഈ പുള്ളി ഇറങ്ങിപ്പോയതാണ് ONV സാറ് പറഞ്ഞ് നിർത്തിയത്. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ അധ്യാപകനെ കുറച്ചുകൂടെ മൂത്തു. അങ്ങനെ കാഞ്ഞിരംകുളം ഗവൺമെൻറ് കോളേജിൽ ഒരു മലയാള ദിനാചരണത്തിൻ്റെ ഭാഗമായി പ്രസംഗിക്കാൻ ഞാൻ അവിടെ ചെന്നു. അപ്പോൾ ക്യാമ്പസിലെ കുട്ടികളെല്ലാം ഉണ്ട്, ലൈബ്രറിയനുണ്ട്, എല്ലാവരും ഉള്ള സമയത്ത് ഈ വർത്തമാനം പറഞ്ഞു വരുന്നതിനിടയിൽ ONV സാറിലേക്ക് ഞാൻ ചെന്ന് പെട്ടു. ഇതാണ് നമ്മുടെയൊക്കെ ഒരു കരുത്തും സത്യത്തിൽ ഒരവസ്ഥ ഇതാണ്. നമ്മൾ ഒഴുകി എങ്ങനെ പോയാലും ചിലരിൽ ചെന്ന് വീഴും. അതിൽ ചെന്ന് വീഴുന്ന ഒരു കടലാണ് ONV എന്ന് പറയണം. ഞാൻ ചെന്ന് വീണിട്ട് ONV സാറ് പ്രസംഗിച്ച ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അന്ന് ONV സാറ് പ്രസംഗിച്ചത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഇളംകുളത്തിൻ്റെ വീട്ടിലേക്ക് കാണിപ്പയ്യൂർ പോയി, എന്നിട്ട് അവിടെ ഞാനും നീലംപേരൂരും ഈ ചെറിയ കൈപ്പുസ്തകം നോക്കി അങ്ങനെ നിൽക്കുന്നു. ഞങ്ങൾക്ക് അന്ന് കാണിപ്പയ്യൂരിൻ്റെ രോഷത്തിൻ്റെ ആഴം അന്ന് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വർത്തമാനം തുടർന്ന് പോയി കഴിഞ്ഞ് തിരിച്ച് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ചായ കുടിക്ക് വേണ്ടി സ്റ്റാഫ് റൂമിലിരിക്കുമ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അന്ന് കാണിപ്പയ്യൂർ ഇളംകുളത്തിൻ്റെ വീട്ടിൽ പോയിട്ട് സംഭവിച്ചത് എന്താണെന്ന് സാറിനറിയാം? ഞാൻ പറഞ്ഞില്ല ONV സാർ അത് പറഞ്ഞില്ല. എന്നാൽ ഞാൻ പറഞ്ഞുതരാം. ഈ കാണിപ്പയ്യൂര് ചാടിത്തിളച്ച് ആയുർവേദ കോളേജിൻ്റെ പിറകിൽ ഇളംകുളത്തിൻ്റെ വീട് കണ്ടുപിടിച്ച് അവിടെ ചെന്നിട്ട് വീടിനകത്തേക്ക് കയറിയ ബാല്യക്കാരൻ അവിടെ നിൽക്കുക. ഇതാണോ ഇളംകുളത്തിൻ്റെ വീട്? അതെ. എവിടെ ഇളംകുളം? അത് അകത്തിരിക്കുക. വിളിക്കൂ, കാണട്ടെ. അങ്ങനെ ഇളംകുളം, ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഇളംകുളം ഇറങ്ങി വന്നപ്പോൾ കാണിപ്പയ്യൂർ മുമ്പിൽ നീ. അയ്യോ, കാണിപ്പയ്യൂർ, വരൂ, അകത്തേക്ക് വരൂ. അതോടെ ഈ കാണിപ്പയ്യൂരിൻ്റെ സകല രോഷവും അവസാനിക്കുകയും, ഇളംകുളം സുഖമാണോ? വരൂ, ഭക്ഷണം കഴിക്കുക. അകത്തേക്ക് പോയിരുന്നിട്ട് അവർ വർത്തമാനം പറയുകയും, അന്ന് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഇളംകുളം യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് പോകാതിരിക്കുകയും, അവർ വലിയ വർത്തമാനം പറഞ്ഞ് ചായ കുടിച്ച് സ്നേഹത്തോടു കൂടി കാണിപ്പയ്യൂരിൻ്റെ യാത്രയാക്കുകയും ചെയ്ത സംഭവം ആ സാർ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങളോട് ONV സാർ എങ്ങനെ അത് പറഞ്ഞിട്ടുണ്ടോ, അതോ ആരെങ്കിലും പറഞ്ഞു? അല്ല, ഞാനും ഈ ഇളംകുളവും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. ഇളംകുളത്തിൻ്റെ മോളുടെ മകനാണ് ഞാൻ. അപ്പം അമ്മ ഈ സംഭവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ONVയെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം ഒരുപക്ഷെ ഈ അവിചാരിതമായ സന്ദർഭം, സാറിൻ്റെ പുസ്തകത്തിൻ്റെ ചർച്ചയിൽ സാർ ഈ പറഞ്ഞ കാര്യത്തെ അങ്ങനെ മനസ്സിലാക്കി വേറൊരു ജീവിത സന്ദർഭത്തിൽ വെച്ച് മനസ്സിലാക്കാൻ എനിക്ക് കിട്ടിയ അവസരമാണ് ONVയെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഞാൻ വർത്തമാനം പറയാൻ വന്നത് ഈ കാര്യമേ അല്ല. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഡോക്യുമെൻ്റ് സംസാരിച്ച് തീരാൻ സാർ അനുവദിച്ച സമയം എനിക്ക് പോരെന്നാനും. അതുകൊണ്ടൊരു 10-15 മിനിറ്റ് എടുത്തിട്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട്
ഞാൻ എൻ്റെ വർത്തമാനത്തെ അവസാനിപ്പിക്കാം. ONV-യുടെ കവിത അടിമുടി ഡയലക്റ്റിക്കലാണ് എന്നുള്ളതാണ് ONV കവിതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഈ ഡയലക്റ്റിക്കലാണ് എന്ന് പറഞ്ഞാൽ ONV കവിതയിൽ പുലർത്തുന്ന നിലപാട് മാത്രമല്ല, അത് ഞാൻ കേട്ടിട്ടുണ്ട്. കേരളത്തിലെ കൊടികുത്തിയ ഒരാൾ ദൈവത്തിൻ്റെ ആശ്രമത്തിലേക്ക് കവിത ചർച്ചയ്ക്ക് സാറിനെ വിളിച്ചു. ONV സാറിനെ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു, ഞാൻ അമ്മാതിരി സ്ഥലത്തൊന്നും പോവാറില്ല, വേറെ ആരെങ്കിലും നിങ്ങൾ നോക്കൂ, കവിതയിൽ താൻ പുലർത്തുന്ന ഈ നിലപാട്, തൻ്റെ രാഷ്ട്രീയ നിലപാട്, ജീവിതത്തിലെ തൻ്റെ ഈ നിലപാട് തൈക്കാട്ട് ആ ശ്മശാനത്തിൽ എരിഞ്ഞടങ്ങുവോളം ONV സാറ് നിലത്തു വെച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കവിതയുടെ ഏറ്റവും വലിയ മേൽവിലാസമാണ് എന്ന് തോന്നിയിട്ടുണ്ട്. ഈ ഡയലക്റ്റിക്കൽ പോയട്രി ആണ് അദ്ദേഹത്തിൻ്റെ കവിത എന്ന് പറയുമ്പോൾ അത് ഡയലക്റ്റിക് പോയട്രി അല്ല. അങ്ങനെ ഒരു പോയട്രി ഉണ്ട്, ഡയലക്റ്റിക് പോയട്രി. ഡയലക്റ്റ് പോയട്രി എന്ന് പറയുമ്പോൾ അതൊരു സവിശേഷ പ്രാസപദ്ധതിയും വൃത്തവും ഇയാംബിക് പെൻഡാമീറ്ററിൽ എഴുതപ്പെടുന്ന ഒരു സവിശേഷ ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് എഴുതുമ്പോൾ ആ ഭൂമിശാസ്ത്രത്തിന് സവിശേഷമായ ഒരു വാക്യഘടന ഉപയോഗിക്കുന്ന സ്ട്രക്ചറൽ പോയട്രിയാണ് ഡയലക്റ്റിക് പോയട്രി എങ്കിൽ ONV സാറിൻ്റെ പോയട്രി ഡയലക്റ്റിക് പോയട്രി എന്നുള്ളതല്ല, അത് ഡയലക്റ്റിക്കലാണ്. അടിസ്ഥാനപരമായി തന്നെ അത് വൈരുദ്ധ്യാത്മകമായ കവിതയാണ്. ഇത് സാറിൻ്റെ ആദ്യകാല കവിതകൾ മുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മണ്ണിൻ്റെ സ്വപ്നം എന്ന അദ്ദേഹത്തിൻ്റെ അങ്ങനെ പ്രസിദ്ധമാകാത്തൊരു കവിതയുണ്ട്. ഉഴുതുമറിക്കുവിൻ ഉഴവന്മാരെ താഴ്വരകൾ, ഇവിടെ വിതയ്ക്കുവിൻ ഇനിയ ഫലങ്ങൾ വിളയിക്കാൻ, പതിരും ചണ്ടിയും പദമായി വാങ്ങാൻ പണി ചെയ്വോരിനി ഇല്ലില്ല, പശിയും പകയും ഒതുക്കി നടക്കാൻ പണി ചെയ്വോരിനി ഇനി ഇല്ലില്ല. ഇത് സത്യത്തിൽ നമ്മുടെ ഫ്യൂഡൽ കാലഘട്ടത്തിൽ നിന്ന് മലയാള കവിത സഞ്ചരിച്ച് മുന്നിലേക്ക് വന്നതിൻ്റെ ശക്തി നമുക്ക് ഈ കവിതയിൽ കാണാൻ പറ്റും. ഇതൊന്നും വായിച്ചറിയാൻ കൃഷ്ണൻ നായർ സാറിനൊന്നും സത്യത്തിൽ പറ്റിയിട്ടില്ല. അവർ കൂടെ നടന്നവരാണ്, പക്ഷേ വെറും മാറ്റൊലി കവിയാണ്. ONV-യുടെ കവിത ദുർബലമാണ്, അത് ചങ്ങമ്പുഴ കവിതയുടെ ചില അടരുകളെ അനുകരിക്കുക മാത്രമാണ് എന്ന് മലയാളത്തിലെ പ്രസിദ്ധമായ വിമർശകർ പലരും പറയുകയുണ്ടായി. പക്ഷെ ഇത് മനസ്സിലാക്കാൻ നമ്മൾ ഈ എമിൽ ബേൺസിൻ്റെ വാട്ട് ഈസ് മാർക്സിസം എന്ന പുസ്തകം ഒന്ന് തുറന്ന് വായിച്ച് ഒന്ന് നോക്കണം. ഈ എമിൽ ബേൺസിൻ്റെ പുസ്തകത്തിൽ വ്യക്തിയെയും സമൂഹത്തെയും കുറിച്ച് ബേൺസ് പറയുന്നൊരു ഭാഗമുണ്ട്. ഒരു വ്യക്തിയുടെ അവബോധത്തിന് സാമൂഹിക ബോധത്തിൻ്റെ തിളക്കം കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് സത്യത്തിൽ മാർക്സിസം. വ്യക്തികൾ ഇവിടെ ഉണ്ടായിരുന്നു. ചങ്ങമ്പുഴയിൽ വ്യക്തിയുണ്ട്, കുമാരനാശാനിൽ വ്യക്തിയുണ്ട്, വള്ളത്തോൾ നാരായണ മേനോനിലും വ്യക്തിയുണ്ട്. പക്ഷെ ഈ വ്യക്തിയുടെ ബോധത്തിലേക്ക് സാമൂഹിക ബോധത്തെ കൊടുക്കുക എന്ന് പറയുന്ന പ്രക്രിയ ഒരു രാഷ്ട്രീയ പ്രവർത്തനം. സത്യത്തിൽ ആ രാഷ്ട്രീയമാണ് ONV സാറിന് ഉണ്ടായിരുന്നത്. ഇത് മനസ്സിലാക്കാൻ ബേൺസ് ആംഗ്ലോ സാക്സൺ കാലഘട്ടത്തിലെ ഒരു കവിയുടെ വരി ഉദ്ധരിക്കും. ഈ കവി ഒരു തൊഴിലാളി അവതരിപ്പിക്കുകയാണ്. അല്ലയോ സാർ, ഞാൻ വളരെ കഠിനാധ്വാനം ചെയ്യുന്നു. ഞാൻ പുലർച്ചെ പുറത്തുപോയി കാളകളെ വയലിലേക്ക് ഉഴാൻ വേണ്ടി കൊണ്ടുപോകുന്നു. ഇന്നലെ അതിശൈത്യമായിരുന്നു, പക്ഷെ എനിക്ക് അങ്ങയെ പേടിച്ചിട്ട് പാടത്ത് വരാതിരിക്കാനേ പറ്റിയില്ല. ഈ ആംഗ്ലോ സാക്സൺ കവി തൃപ്തനാണ്. കാരണം എത്ര അടി കൊണ്ട് പദം വന്നാലും ആ അടി കൊള്ളുക സുഖമാണെന്ന് കരുതുന്ന, അതാണ് തൻ്റെ വിധി എന്ന് കരുതുന്ന പ്രക്രിയയെ ആവിഷ്കരിച്ചാൽ പൂർണ്ണമായി എന്ന് കരുതുന്ന ആംഗ്ലോ സാക്സൺ കവിതയല്ല സത്യത്തിൽ ONV സാറിൻ്റെ കവിത. അടികൊള്ളാൻ വയ്യ. അതുകൊണ്ട് സാറിൻ്റെ അരിവാളും രാക്കുയിലും എന്ന് പറയുന്ന കവിതയിൽ എൻ്റെ ഏകദേശം ഒരു ഓർമ്മയിൽ നിന്ന് ഞാൻ പറയുകയാണ്, ഇങ്ങനെ ഒരു സ്റ്റാൻസ നമുക്ക് കാണാൻ പറ്റും. ഇതിഹാസ പുരാണങ്ങൾ, വേദങ്ങൾ, പഴമകൾ തന്നെ ഇരുൾ തിങ്ങും ഖജനാവുകൾ ഒന്ന് പൊളിക്കൂ, മധുരിക്കും വാക്കുകൾ തൻ പൊൻപൂശി ഒരാ കള്ള കഥകൾ ഞാൻ ചെമ്പു തെളിഞ്ഞു പോയി. ONV മാറ്റൊലി കവി അല്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ ചെറുപ്പക്കാരനായ ഈ കവി പറയുന്നത്. വളരെ ചെറിയ പ്രായത്തിലാണ്. ഒരുപക്ഷെ ഈ എനർജിയാണ് ONV-യുടെ നാടക ഗാനങ്ങൾക്ക് അക്കാലത്ത് തന്നെ പ്രീതി ഉണ്ടാക്കി കൊടുക്കാനുള്ള കാരണം. ONV ചെമ്പല്ല, ചെമ്പ് മാതാവിൻ്റെ മണ്ടയ്ക്ക് കൊണ്ടുവയ്ക്കുന്ന പ്രക്രിയയല്ല ONV ചെയ്തുകൊണ്ട്, അത് തനി തങ്കമാണ്. അതുകൊണ്ട് ONV സാറ് പൊന്നരിവാൾ അമ്പിളിയിൽ എഴുതിയപ്പോൾ ഈ തൊഴിലാളി വർഗത്തിന് എന്തിനാണ് പൊന്നരിവാളെന്ന് ചോദിച്ചവരുണ്ട്. അത് ആ പൊന്നല്ല,
മറിച്ച് ചെമ്പല്ല എന്ന് പ്രൂവ് ചെയ്യാനാണ്. അത് നമ്മുടെ കാലത്ത് ഈ ചെമ്പും പൊന്നും തമ്മിലുള്ള വ്യത്യാസത്തെ പറയാൻ വേറെ ഉദാഹരണം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. തല തൃശ്ശൂരോട്ടൊന്ന് തിരിച്ചു വെച്ചാൽ മതി. അതുകൊണ്ട് ഇത് തനി തങ്കമാണ് ഈ രാഷ്ട്രീയ നിലപാട് എന്ന് പ്രഖ്യാപിക്കാൻ ഈ ചെറുപ്പക്കാരന് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് മുണ്ടശ്ശേരിക്ക് മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന കൃതിക്ക് അവതാരിക എഴുതുമ്പോഴും ദാഹിക്കുന്ന പാനപാത്രത്തിന് അവതാരിക എഴുതുമ്പോഴും ഈ ചെറുപ്പക്കാരനിതാ യൗവനത്തിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഇവൻ ഈ ONV എന്ന് പറയുന്ന ഈ പഹയനുണ്ടല്ലോ, അയാൾ ഒരായുസ്സിന്റെ ജോലി മുഴുവൻ ചെയ്തു തീർത്തിരിക്കുന്നു എന്ന് മുണ്ടശ്ശേരി മാസ്റ്റർ എഴുതി. ഒന്ന് ആലോചിച്ച് നോക്കണം. ചങ്ങമ്പുഴയ്ക്ക് മുണ്ടശ്ശേരി എഴുതി കൊടുത്ത അവതാരിക മധുര നാരങ്ങ പോലെ വിറ്റുതീർന്ന പുസ്തകമാണ് എന്നാണ്. ആ ഭാഷ ഉപയോഗിച്ചിട്ടല്ല മുണ്ടശ്ശേരി ONV അവതരിപ്പിക്കുന്നത്. ഇയാൾ യൗവനത്തിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇയാൾ ഏതാണ്ടൊരായുസ്സിന്റെ മുഴുവൻ ജോലി ചെയ്തു തീർത്തിരിക്കുകയാണ്. മാറ്റുവിൻ ചട്ടങ്ങളയുടെ തുടക്കത്തിൽ അതിൻ്റെ അവതാരികയിൽ ONV സാർ ഇങ്ങനെ പറഞ്ഞു: കുമാരനാശാൻ എഴുതിയ കാലത്ത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് ആലോചിച്ച് നോക്കണം. ഈ അവതാരിക എഴുതുന്ന കാലത്ത് ONVയുടെ അക്ഷരം പുറത്തു വന്നിട്ടില്ല, ശാർങ്ങക പക്ഷികൾ പുറത്തു വന്നിട്ടില്ല, ഉജ്ജയിനി പുറത്തു വന്നിട്ടില്ല, ദാഹിക്കുന്ന പാനപാത്രം പുറത്തു വന്നിട്ടില്ല, പിന്നീട് നമ്മൾ പറയുന്ന ONVയുടെ മാസ്റ്റർ കൃതികൾ ഒന്നും പുറത്തു വന്നിട്ടില്ല. ഒരുപക്ഷെ ഈ ബാലമുരളി പോലും ആളുകളുടെ ഹൃദയത്തിലേക്ക് കയറിയിട്ടില്ല. അപ്പോഴാണ് മുണ്ടശ്ശേരി ഇത് എഴുതുന്നത്. റെക്കഗ്നിഷൻ കംസ് ഓൾവേസ് ലേറ്റ് എന്നൊരു ചൊല്ലുണ്ടല്ലോ. കുമാരനാശാൻ എഴുതിയ കാലത്ത് ആശാൻ അംഗീകാരം കിട്ടിയിട്ടില്ല. ചങ്ങമ്പുഴ എഴുതുന്ന കാലത്ത് ഇവൻ ആളുകളെ എഴുതി വഴിതെറ്റിക്കുന്നു എന്ന് മലയാളികൾ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ആ പറഞ്ഞവർ തന്നെ പിൽക്കാലത്ത് ഇതാ മലയാളത്തിന്റെ ഓർഫ്യൂസ് എന്ന് ചങ്ങമ്പുഴയെ അടയാളപ്പെടുത്തി. ONVയും വയലാറും അടങ്ങുന്ന തലമുറയും അങ്ങനെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഇവർ മലയാളത്തിന്റെ മഹാകവികളായി മാറുന്ന കാലത്തെ മുണ്ടശ്ശേരി മാസ്റ്റർ എഴുതി വെക്കുക മാത്രമല്ല, ഇവർ ശാർദൂല വിക്രീഡിതത്തെ മാറ്റി ഒരു പുതിയ ഭാഷയെ മലയാള കവിതയിൽ കൊണ്ടുവന്നു. അതുവരെ ഇല്ലാത്ത ഒരു ഭാഷയെ മലയാള കവിതയിൽ കൊണ്ടുവന്നു. ഇവർ വടക്കൻ പാട്ടിന്റെ ശക്തി മലയാള കവിതയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ആ കൃതിക്ക് ONV തിരഞ്ഞെടുത്ത പേരിനെ മുണ്ടശ്ശേരി പ്രത്യേകം എടുത്തു പറഞ്ഞു: മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന്. കുമാരനാശാന്റെ ദുരവസ്ഥയിലെ ആ പ്രയോഗത്തെ തൻ്റെ കാവ്യസമാഹാരത്തിന്റെ പേരായി ONV സെലക്ട് ചെയ്തതിൽ പോലും ഈ രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് ആ മാറ്റുവിൻ ചട്ടങ്ങളെ 1954 എഴുതുമ്പോൾ അതിലെ വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കവിതയിൽ ശാശ്വത മൂല്യം പരതുന്ന കരകൗശലക്കാർ കിനാവു കാൺകെ. വരികളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കണം. ONV തരള മാനസനാണ്. ONVയുടെ കവിത വെറും റൊമാൻറ്റിക് പോയട്രിയാണ്. ആ കവിതയിൽ യുക്തിയുടെ ഭംഗിയില്ല എന്ന് പറയുന്നവർ ഒരിക്കൽ കൂടി തിരിച്ച് ONVയുടെ കവിത വരികളൊന്നെടുത്ത് സവിശേഷമായി ശ്രദ്ധിച്ചു നോക്കണം. കവിതയിൽ ശാശ്വത മൂല്യം തിരയുന്ന കരകൗശലക്കാർ കിനാവു കാൺകെ. കരളിന്റെ തക്കിളിത്തുമ്പിൽ തുടിക്കുന്ന വരികളാൽ തൂവെട്ടം തുന്നുപോരെ. തക്കിളി എന്ന് പറഞ്ഞാൽ തുന്നലുമായി വന്ന വാക്കിന്റെ പ്രയോഗം നോക്കിയ. തക്കിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ തക്കിളി പശ, തക്കിളി ചുറ്റല്, തക്കിളിയുടെ കറക്കം, ഇതെല്ലാം എടുത്തിട്ട് ഈ ചവർക്കാരന് തക്കിളി എവിടെ നിന്നാണ് കിട്ടിയെന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാവുന്ന. മലനാടിൻ ജീവിത ചക്രവാളത്തിൽ നിന്നൊരു നല്ല നാളതൻ പൂവിറുക്കാൻ ഉയരുന്നു പുതിയ യുഗത്തിന്റെ പൂവിളി ഉണരുവിൻ മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് കവിതയുടെ കെമിസ്ട്രിയിലേക്ക് കുമാരനാശാനെ ഘടിപ്പിച്ചു വെച്ച ഈ പ്രയോഗ ചാതുരി അദ്ദേഹം പിൽക്കാലത്ത് തൻ്റെ ദാഹിക്കുന്ന പാനപാത്രത്തിലെ കവിതകളിലും കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ പറ്റും. ONVയുടെ സവിശേഷമായൊരു കവിതയുണ്ട്. ഞാൻ ദീർഘിപ്പിച്ചൊരു ക്ലാസ് പോലെ ഇത് ബോറടിപ്പിക്കുന്നില്ല. ONVയുടെ പ്രത്യേകത ഉള്ള ഒരു പ്രത്യേക കവിത നമ്മൾ ശ്രദ്ധിക്കണം. ഈ ദാഹിക്കുന്ന പാനപാത്രത്തിലെ ഒരു ദേവതയും രണ്ട് ചക്രവർത്തിമാരും. ഈ ദേവത കാവ്യദേവതയും ചക്രവർത്തി നീറോ ചക്രവർത്തിയും മറ്റൊരു ചക്രവർത്തി ഔറംഗസേബുമാണ്. ഈ കവിതയുടെ ആമുഖത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്: നീറോ റോം കത്തിയെരിയുമ്പോൾ വീണ വായിക്കുകയായിരുന്നു. ഔറംഗസേബ് തൻ്റെ മുന്നിലെത്തുന്ന കലാകാരന്മാരെ കൊന്നൊടുക്കുകയായിരുന്നു. വരികൾ ഇങ്ങനെയാണ്: മൂടുക ഗായക ജഡത്തോടൊപ്പം മൂടുക ഗാനത്തെയും എന്ന ഔറംഗസേബ്. ഉരിയിടാതെ ഇരിപ്പു മുകുലൻ വിരലിൻ തുമ്പും നോക്കി, അരികിലിരിപ്പു നീറോ കരളിലൊരു എരിതി ജ്വാലയുമായി. പറുദീസകളുടെ കാമുകരാമിവർ പറന്നണഞ്ഞു, പക്ഷേ സംഗീതത്തിൻ അതിദേവതയുടെ സഭാതലത്തിനരികിൽ. പ്ലഖനോവ് പറയുന്ന
ഒരു വാക്യം കവിതയെപ്പറ്റിയും സാഹിത്യത്തെപ്പറ്റിയും പറയുമ്പോൾ, നീതിപൂർവകമായ സമ്പദ് വ്യവസ്ഥയുടെ കലയാണ് സോഷ്യലിസ്റ്റ് കല. നീതിപൂർവകമായ സമ്പദ് വ്യവസ്ഥയിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്ന കലയാണ് ഉന്നതമായ കല. അങ്ങനെയാണെങ്കിൽ നീറോയുടെ കല ഉന്നതമായ കലയല്ല, ഔറംഗസേബിന്റെ കലയും ഉന്നതമായ കലയല്ല. ഔറംഗസേബും നീറോയും കലയെ ജീവിതത്തിന്റെ ഉള്ളിൽ നിന്ന് കാണുന്നില്ല എന്ന് ONV സാറ് തൻ്റെ ഈ പ്രധാനപ്പെട്ട ഈ തരുണകാലത്തിലെ സമാഹാരത്തിൽ തന്നെ എഴുതി വെച്ചതിൻ്റെ ശക്തിയാണ് അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള കവിതയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരുപക്ഷെ ഇത് മാറ്റത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്രമാണ്. ഇത് 50കളിലെ കവിതയെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. വിയോജിപ്പുകളുണ്ട്, പക്ഷേ ഈ പറയുന്ന കോട്ട് ഞാൻ എടുത്തത് പിരപ്പങ്കോട് മുരളി സാറിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. അതുപോലൊരു പുസ്തകം ONV സാറിന് അത്രയും വലിപ്പത്തിൽ വേറെയില്ല. ONV കാവ്യ സംസ്കൃതി എന്ന പേരിൽ പിരപ്പങ്കോട് മുരളി സാർ അത് കളക്ട് ചെയ്തിരിക്കും. മുരളി സാറിനോട് എനിക്ക് അതിശക്തമായ പല വിഷയത്തിലും വിയോജിപ്പുകളുണ്ട്, പക്ഷേ സാറ് ചെയ്തു വെച്ച കാര്യങ്ങൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഒരിക്കൽ മുരളി സാറിൻ്റെ കവാലം നോക്കി അടിച്ച അടിയെ തടഞ്ഞത് VN മുരളി സാറാണ്. ഒരു നാടകത്തിൽ റിഹേഴ്സലിനിടയിൽ ഒരു വലിയ ബോക്സിൽ മുരളി സാറ് ഡയലോഗ് ഇട്ടു. എന്നിട്ട് ഞാനത് അഭിനയിക്കണമായിരുന്നു. എനിക്ക് ഈ സൗണ്ട് കേട്ടപ്പോൾ ചിരി വന്നു. EMS അക്കാഡമിയിലും ചിരിച്ച സമയത്ത് സംവിധായകനായ മുരളി സാറ് ചാടി ഇറങ്ങി ആടി കെട്ടിയെന്ന് തന്നെ വിചാരിച്ചു. പക്ഷെ മുരളി സാറ് പിടിച്ചത് കൊണ്ട് മാത്രം ആ അടിക്ക് എനിക്ക് തോന്നുന്ന ആടി മുഖത്ത് തന്നെ കിടന്നേനെ. പക്ഷെ അന്ന് ആ അടിയിൽ നിന്ന് മുരളി സാറ് രക്ഷപ്പെടുത്തി. ഞാൻ ഈ ONV കാവ്യ സംസ്കൃതിയിൽ നിന്ന് പിരപ്പങ്കോട് മുരളി സാറ് ONV സാറിൻ്റെ ആദ്യകാല കവിതകളെ അവലോകനം ചെയ്തുകൊണ്ട് എടുത്ത ലേഖനത്തിൽ PG പറയുന്നൊരു വാക്യം ശ്രദ്ധയോടെ നോക്കുകയായിരുന്നു. 1947 സ്വാതന്ത്ര്യപ്രാപ്തിയും അതേ തുടർന്ന് പുതിയ ഭരണാധികാരികൾ അധസ്ഥിത വിഭാഗങ്ങൾക്കെതിരെ സ്ഥാപിത സംരക്ഷണത്തിനായി അഴിച്ചുവിട്ട അധികാരത്തിന്റെ തേർവാഴ്ചയും മലയാളത്തിൽ പുതിയൊരു കാവ്യഭാവുകത്തിന് കാരണമായി തീർന്നു. ഒരുപക്ഷെ ONVയുടെ കവിതയിൽ യുദ്ധത്തിന് ശേഷമുള്ള സാഹചര്യമുണ്ട്, സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഭഗ്ന സങ്കല്പങ്ങളുണ്ട്. ONVയുടെ കവിതയിൽ തൊഴിലാളി വർഗത്തിന്റെ ഉயிருണ്ട്. അതിന്റെ പൊളിറ്റിക്കൽ ഡയമെൻഷൻ പലതരത്തിലാണ്. അത് ആദ്യകാല കവിതകളെന്ന് പറഞ്ഞ് മാറ്റി വെക്കേണ്ടതല്ല. PG പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കാലത്ത് പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിനൊരു വലിയ മരവിപ്പുണ്ടായി. ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തിൽ നിന്ന് പോളും തകഴിയും അടക്കമുള്ളവർ പിരിഞ്ഞു പോവുകയും വേറൊരു യുവതലമുറയുടെ കയ്യിലേക്ക് ഈ പ്രത്യയശാസ്ത്രത്തിന്റെ അരിവാളുകൾ വന്നു ചേരുകയും ചെയ്തു. ആ തർക്കം ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തെ അപ്രസക്തമാക്കുകയല്ല ഉണ്ടായത്, മറിച്ച് ഈ പ്രത്യയശാസ്ത്രമാണ് ശരിയെന്ന് കാലത്തിന്റെ മുന്നിൽ തെളിയിച്ചു കൊടുക്കുകയാണ്. അത് നമ്മൾ തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 80 കൊല്ലക്കാലമായി പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തെ പോലെ, അത് പേര് പലപ്പോഴും മാറിപ്പോയിട്ടുണ്ടായിരിക്കും, പക്ഷെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തെ പോലെ പ്രത്യയശാസ്ത്രപരമായി ചങ്കുറപ്പോടുകൂടി നിൽക്കാൻ മറ്റൊരു പ്രസ്ഥാനത്തിനും കഴിഞ്ഞിട്ടില്ല. അത് രാജശേഖര സാറിനൊക്കെ ഓർമ്മയുണ്ടാവും, മുരളി സാറിനൊക്കെ 2003 ഷേണ്ട സാറൊക്കെ ഉണ്ട്. 2003 ഒറ്റപ്പാലം സമ്മേളനം നടക്കുമ്പോൾ സുകുമാർ അഴീക്കോട് മാസ്റ്റർ അതിൻ്റെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞ കാര്യമാണ്, ദാ നോക്കൂ എൻ്റെ ഖദർ വസ്ത്രം നോക്കൂ, പനമ്പള്ളി എന്നെ പിടിച്ച് SK പൊറ്റക്കാട്ടിനെതിരെ മത്സരിക്കാൻ പിടിച്ചു നിർത്തി. കോഴിക്കോട് ഞാൻ തോറ്റുപോയി, എനിക്കതിൽ ദുഃഖമൊന്നുമില്ല. ഞാൻ ജീവിതത്തിൻ്റെ അവസാന കാലം വരെ ഈ കോൺഗ്രസ്സുകാരനായി ജീവിക്കുകയും ഖദർ വസ്ത്രം ധരിക്കുകയും ചെയ്യുക തന്നെ ചെയ്യും. പക്ഷേ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഇടതുപക്ഷക്കാരോടൊപ്പം ബുക്കാസയുടെ മീറ്റിങ്ങുകളിൽ സംസാരിച്ചുകൊണ്ടാണ്, DYFIക്കാരുടെ വേദികളിൽ സംസാരിച്ചുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ, കാലം ആവശ്യപ്പെടുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ ഉറപ്പ് ഇടതുപക്ഷത്തിന്റെ കൈവശമാണുള്ളത്. അതിന് ഏത് VD സതീശൻ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇടതുപക്ഷത്തിന്റെ കൈവശമാണുള്ളത് എന്നുള്ള പ്രഖ്യാപനം ഈ P ഗോവിന്ദപിള്ള സാറ് എഴുതിയതിനെ, PG എഴുതിയതിനെ പുരപ്പങ്കോട് മുരളി സാർ എടുത്ത് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുന്നിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട്. പക്ഷെ ഇത് കാണാൻ കൃഷ്ണൻ നായർക്ക് കഴിഞ്ഞില്ല. കാണാൻ കഴിയാത്തത് കൊണ്ട് തന്നെ കൃഷ്ണൻ നായർ ചങ്ങമ്പുഴയുടെ അനുരണനമാണ് ONV സാറിൽ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ചെറുതാക്കി മാറ്റുകയുണ്ടായി. ഈ വിമർശനത്തെ ആധുനിക കവികൾ പിന്തുടരുന്നത് നമുക്ക് കാണാൻ പറ്റും. ONVയുടെ കവിതയിൽ ആധുനികതയുടെ സ്റ്റഫില്ല. ONVയുടെ കവിത ദുർബലമാണ്. ONVയുടെ കവിതയുടെ വരികൾക്ക് ശക്തിയില്ല എന്ന് മലയാളത്തിൽ ഇപ്പോഴും. എൻ്റെ ഒരു ആർട്ടിക്കിൾ 2019 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചു വന്നിരുന്നു. എൻ്റെ ഒരു ലേഖനം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ആദ്യമായി വരുന്നത് 2019 ONV സാറിനെ കുറിച്ചിട്ടുള്ള ലേഖനമാണ്. ആ ലേഖനം സുഭാഷ് ചന്ദ്രൻ, അദ്ദേഹം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ ചുമതലക്കാരനായി സ്ഥാനം ഏറ്റെടുത്തതിൻ്റെ ആദ്യ ആഴ്ചകളിലാണ് ഈ ലേഖനം ഞാൻ അയച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം
സ്വീകരിക്കുകയും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു മാസത്തിനുള്ളിൽ സുഭാഷ് ചന്ദ്രൻ കാര്യവട്ടം ക്യാമ്പസിൽ വന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യം, ഈ ലേഖനം പ്രസിദ്ധീകരിച്ചു വന്നതിൻ്റെ അന്ന് രാവിലെ തന്നെ ONV സാറിൻ്റെ ജീവിത പങ്കാളി സുഭാഷ് ചന്ദ്രനെ വിളിച്ചിട്ട് പറഞ്ഞു, ONV സാറിനെ കുറിച്ച്, അത് ആരെഴുതി എന്നുള്ളതല്ല പ്രശ്നം, ONVയെ കുറിച്ചൊരു ലേഖനം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എത്ര കാലമായി വന്നിട്ടെന്നറിയും. ONV വെറും പാട്ടെഴുത്തുകാരനാണ്, അയാളൊരു കവിയല്ല, അയാൾ ദുർബല ഭാവനയുടെ പക്ഷിയാണെന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് അപ്പോൾ സുഭാഷ് ചന്ദ്രൻ എന്നോട് പറഞ്ഞു, അവർ കരയുകയായിരുന്നു, കരഞ്ഞുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് എന്നുള്ളത് ഇപ്പം സരോജിനി ടീച്ചറുടെ ദുഃഖത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് ഞാൻ അവതരിപ്പിക്കില്ല. ONV സാറിനെ തമസ്കരിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമം. ഇപ്പൊ സോമസാറിനെ പോലെയുള്ളവർ നിരന്തരമായി ഒരു വശത്ത് വിമർശനത്തിന്റെ ഈ ചാട്ടുളിയുമായി നിന്നതുകൊണ്ട് ONV സാറ് നിന്നു എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, പക്ഷെ അങ്ങനെ നിന്നത് കൊണ്ടുകൂടി മലയാള കാവ്യത്തിന്റെ വിമർശന ആ വേദിയിൽ രാജശേഖര സാർക്ക് എത്രയോ ലേഖനങ്ങൾ ഒരു വശത്തുകൂടി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് വിമർശിക്കപ്പെടുന്നു. പക്ഷെ ഞാൻ പറയുന്നത് ONVയുടെ കവിതയിൽ മോഡേണിറ്റിയുടെ ഭാവന ഇല്ലേ എന്നുള്ളൊരു ചോദ്യം നമ്മൾ ഉന്നയിക്കണമെന്ന്. ഒരു വശത്ത് നമ്മൾ ഈ പറയുന്ന തിയററ്റിക്കൽ മോഡേണിറ്റിയുടെ ശക്തമായ പ്രവണത കൊണ്ടുപോകുമ്പോൾ ഇന്ത്യൻ മോഡേണിറ്റിയുടെ അതിശക്തമായ ധാരയുമായി മുന്നോട്ട് വന്ന ONV സാറിന്റെ കവിതകൾ നമുക്ക് കാണാൻ പറ്റും. എൻ്റെ കണ്ണാടി എന്ന അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട്. പണ്ടൊരു കണ്ണാടി ഉണ്ടായിരുന്നു, എനിക്കതിൽ കണ്ടു ഞാൻ എന്നെ കാലത്തുറക്കച്ചടവോടെ. അപ്പൊ അപ്പുറത്ത് ആറ്റൂരിന്റെ സംക്രമണം നമ്മൾ എടുത്തു വയ്ക്കുക, ഇപ്പുറത്ത് എൻ്റെ കണ്ണാടി എന്ന ONV സാറിന്റെ കവിത. കൺമിഴിച്ചിടുമെന്നെ കുളിച്ചു കുപ്പായമിട്ട് അന്നത്തെ പണിക്കായി ഉത്സാഹിച്ചിടുമെന്നെ, അന്തിക്കു നന്നെ തളർന്ന് എത്തിയിടുമെന്നെ, കൊച്ചു സന്തോഷങ്ങളിൽ ഒരു പാട്ടുമൂളിപ്പോമെന്നെ എന്ന ഈ കവിത. സത്യത്തിൽ ഈ കവിതയെ നമ്മൾ ട്രയാഡിക് മോഡൽ എന്ന് പറയുന്ന ചാൾസ് സാൻഡേഴ്സ് പിയേഴ്സിൻ്റെ ഒരു മോഡലുണ്ട്. ഒരു ട്രയാങ്കിൾ നിങ്ങൾ വരച്ചിട്ട് അതിൻ്റെ മുകളിൽ കോഗ്നിറ്റീവ് എന്ന് പറയുന്ന ഒരു അടയാളപ്പെടുത്തൽ നടത്തും, അറിവ് എന്ന് പറയുന്ന ഒരു അടയാളപ്പെടുത്തൽ. അതിൻ്റെ താഴെ അഫെക്ഷൻ എന്ന് പറയുന്ന ഒരു അടയാളപ്പെടുത്തൽ നടത്തും. ഇപ്പുറത്ത് ബിഹേവിയറൽ പാറ്റേൺ വരച്ചു വയ്ക്കും. ONV സാറിൻ്റെ കവിതയെക്കുറിച്ചിട്ടുള്ള വിമർശനം, ഈ കവിത ദുർബലമാണ്, ഈ കവിത ഒൺ ഡയമെൻഷണലാണ്, ഇത് തരള ഭാവനയുടെ ലിറിക്കൽ ആവിഷ്കാരം മാത്രമാണെന്ന് പറയുമ്പോൾ ഈ മോഡലിനകത്തേക്ക് ഈ കവിതയെ മാത്രം ചേർത്ത് വയ്ക്കൂ. നോക്കുമ്പോൾ ഈ കവിതയുടെ ഒരു ലെയർ ഓർമ്മയെ കുറിച്ചിട്ടാണ്. ഞാൻ ചവറയിൽ വികാസിൽ ONV സാറിനെ കുറിച്ചൊരു പ്രഭാഷണം നടത്തുമ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞിരുന്നു. വികാസ് എന്ന പേര് ചവറയിലെ ആ സ്ഥാപനത്തിന് കൊടുത്തത് ONV സാറാണ്. സാറ് നേതൃത്വം കൊടുത്ത് ആരംഭിച്ച പ്രസ്ഥാനമാണ് വികാസ്. അപ്പൊ സാറ് പഠിപ്പിച്ച, സാറിനോടൊപ്പം ജീവിക്കുന്ന, സാറിന്റെ ബന്ധുക്കളായ മനുഷ്യരിയ്ക്കുന്നിടത്ത് ഞാനൊരു കാര്യം പറഞ്ഞു. സാറിന്റെ കവിതയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു വലിയ, ഇതിനെ ഞാൻ വിശദീകരിക്കുന്നില്ല, നമ്മൾ ഈ ട്രയാങ്കിൾ വരച്ചിട്ട് വേണമെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ ട്രയാങ്കിൾ വരച്ചിട്ട് നമുക്ക് ചെയ്തു നോക്കാം. ഈ കവിതയിൽ ഓർമ്മ ഒരു വശത്ത് പ്രവർത്തിക്കുന്നു, കുട്ടിക്കാലം എന്ന് പറയുന്ന ഒരു ഓർമ്മ ഒരു വശത്ത് പ്രവർത്തിക്കുന്നു, തൊട്ടിപ്പുറത്ത് അഫെക്ഷൻ പ്രവർത്തിക്കുന്നു. അഫെക്ഷൻ എന്ന് പറഞ്ഞാൽ കറകളഞ്ഞ സ്നേഹമാണ്. ഇപ്പൊ രാജശേഖര സാർ എഡിറ്റ് ചെയ്ത് നമ്മുടെ വിമർശന ശില്പശാല ഉണ്ടായിരുന്നു, ആ പുസ്തകം സാറ് സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന, സ്റ്റുഡൻറ് സെന്ററിൽ വെച്ച് നടന്ന നമ്മുടെ വിമർശന ശില്പശാലയിൽ പ്രസംഗിക്കാൻ വന്നപ്പോൾ സാറ് പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ പുക്കാസക്കാരാണോ അല്ലയോ എന്നുള്ളതൊന്നും ഇവിടുത്തെ വിഷയമല്ല, പക്ഷേ പുരോഗമന ചിന്തകരോടും എഴുത്തുകാരോടും എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ 2 അളവുകോൽ വെച്ച് എല്ലാ കാലത്തും അളക്കപ്പെടുമെന്നുള്ളതാണ്. അതിലൊന്ന് പ്രത്യയശാസ്ത്ര ബോധ്യമാണ്. പക്ഷെ പ്രേംകുമാറിനെ പോലെ ഇന്നിവിടെ നാളെ അപ്പുറത്ത് എന്നുള്ളതല്ല, അതല്ല പ്രത്യയശാസ്ത്രം. പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് അങ്ങനെ ചെറിയ ഒരു നാരോ ആയിട്ടുള്ള സാധനമല്ല, അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടിൻ്റെയും പോരാട്ടത്തിൻ്റെയും. പ്രേംകുമാറിനെ കുറിച്ച് സാറ് പറഞ്ഞില്ല കേട്ടോ, ഞാൻ സാന്ദർഭികമായി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അത് വേണമെങ്കിൽ അത് ഈ പാർലമെന്ററി അഫയേഴ്സിൽ നിന്ന് ഈ സാധനത്തെ എടുത്തു മാറ്റാം. പക്ഷെ പറയേണ്ടത് നമ്മൾ പറയണം, പറയേണ്ടത് നമ്മൾ പറയാതെ പോകരുതെന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സാറ് രണ്ടാമത് പറഞ്ഞ കാര്യം, നിങ്ങൾ പുക്കാസക്കാരാണോ പുരോഗമനക്കാരാണോ എന്ന് അളക്കുന്ന രണ്ടാമത്തെ മാനദണ്ഡം നിസ്വവർഗത്തോടുള്ള നിങ്ങളുടെ നിലപാട് എന്താണ് എന്നുള്ളതാണ്. നിസ്വവർഗം എന്ന് പറയുമ്പോൾ അത് ജാതീയ വർഗമല്ല, അത് മതപരമായിട്ടുള്ള വർഗമല്ല, ലോകത്തെവിടെയും അടിച്ചമർത്തപ്പെടുന്ന വർഗത്തോടുള്ള നിങ്ങളുടെ എഴുത്തുകാരുടെ, കവികളുടെയും, കഥാകൃത്തുക്കളുടെയും, ചിന്തകരുടെയും നിലപാട് എന്താണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ അഫെക്ഷൻ അദ്ദേഹത്തിന്റെ ഏത് കവിതയിലും പ്രവർത്തിക്കുന്നുണ്ട്. മറ്റൊരു സാധനം എന്ന് പറയുന്ന അദ്ദേഹം കാവ്യ ഭാഷയിൽ ഉപയോഗിക്കുന്ന ആ സംഗതിയാണ്.
ഈ കാവ്യഭാഷയിൽ ഉപയോഗിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജാഗ്രതയായിരിക്കണം ഒരുപക്ഷെ ONV സാറിൻ്റെ കവിതകൾക്ക് ഇത്രയും ജനപ്രീതി ഉണ്ടാക്കി കൊടുത്തത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മലയാളത്തിലെ ഏറ്റവും ഹിറ്റായ പല പാട്ടുകളും എഴുതിയത് ONV സാറാണ്. വൈശാഖ സന്ധ്യ എഴുതിയത് ONV സാറാണ്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഇൻസ്ട്രുമെൻറ്റുകൾ ഉപയോഗിച്ച് പാടിയിട്ടുള്ള പാട്ട് ONV സാറിൻ്റെ പാട്ടാണ്. അത് മോഹൻലാൽ ശോഭനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു വെച്ചിട്ട് ഒരു പാചകക്കാരനായ പിതാവിൻ്റെ കഥ പറയുന്ന പവിത്രം എന്ന് പറയുന്ന ഒരു സിനിമയിൽ ശ്യാമാണെന്ന് തോന്നുന്നത് സംഗീതം ചെയ്തത്. ആ പാട്ടിൻ്റെ എനിക്ക് വളരെ ശ്രീരാഗമോ തേടുന്നു ഈ വീണതൻ പൊൻതന്തിയിൽ, അത് പാട്ട് വളരെ വളരെ മൈൽഡായിട്ട് ഒഴുകുന്ന ഒരു പാട്ടാണ്. ഒരു പക്ഷേ മേഘസന്ദേശത്തിലെ മേഘം പോലെ ഇങ്ങനെ വളരെ പതിയെ ഒഴുകിപ്പോകുന്ന ഒരു പാട്ടാണെങ്കിലും മ്യൂസിക്കിനെ കുറിച്ച് ധാരണയുള്ളവർക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റും ആ പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉപയോഗിക്കാത്ത ഒരു ഇൻസ്ട്രുമെൻറ്റും ഇല്ല. സാധാരണ അമ്മാതിരി ഒരു പാട്ടിൽ ചെണ്ട ഉപയോഗിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ ചെണ്ട മുതൽ ഡ്രം, ഗിത്താറ്, ഫ്ലൂട്ട്, സകലമാന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റും ഉപയോഗിച്ചുകൊണ്ട് ആ പാട്ടിനെ ഈ ചലച്ചിത്ര ഭാഷയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചലച്ചിത്ര ഗാനം എഴുതുമ്പോഴും ഈ കവി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് വർക്ക്ഷോപ്പിനെ കുറിച്ച് ഈ പേപ്പറിൽ ഇങ്ങനെ ഒരു പേപ്പർ ഞാൻ വളരെ മുമ്പ് ഭാരത് ഭവനിൽ ചെയ്തിട്ടുണ്ട്. അത്രയും സൂക്ഷ്മമായി തൻ്റെ എഴുത്തുമുറിയെ സെറ്റ് ചെയ്യുന്ന ഒരു കവിയെ മലയാളത്തിൻ്റെ കാവ്യ ചരിത്രത്തിൽ നിന്ന് തമസ്കരിക്കാനുള്ള ശ്രമം ആരൊക്കെ നടത്തിക്കൊണ്ടിരുന്നാലും ഈ വാൽമീകിയുടെ കുട്ടി അതിനെതിരെ സമരം ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്ക് ഇനി ഒരുപാട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വാൽമീകിയുടെ കുട്ടി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവരെല്ലാം ONVയുടെ കവിതകൾ നന്നായി വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. ONVയുടെ കവിതകളിലെ കുട്ടിയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ കുട്ടി, ഒരുപാട് കുട്ടികൾ ONVയുടെ കവിത കേട്ടു. കുഞ്ഞേടത്തിയിൽ ആ കുട്ടിയുണ്ട്. പക്ഷെ കുട്ടിയില്ലാത്ത അപൂർവം കവിതകൾ മാത്രമേ ഉള്ളൂ. ഈ കുട്ടി ഒരു മെർക്കൻഡൈൽ പ്രൊജക്ഷനിലൂടെ സഞ്ചരിക്കുന്ന കുട്ടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. സാധാരണ നമ്മളൊക്കെ നേരായ വഴിയിലൂടെയാണ് പോകുന്നത്. ഇപ്പം ഇവിടെ ഈ മീറ്റിംഗ് ഹാളിലേക്ക് വരാൻ പറഞ്ഞാൽ കൃത്യമായി ചെരുപ്പ് അവിടെ അഴിച്ചു വെച്ചിട്ട് കൃത്യമായ പാതയിലൂടെ പടിക്കെട്ടുകൾ ചവിട്ടി ഇവിടേക്ക് വന്ന് നിൽക്കുന്ന അച്ചടക്കമുള്ള മനുഷ്യരാണ് നമ്മളെങ്കിൽ, നമ്മുടെ ഉള്ളിലൊരു കുട്ടിയുടെ മനസ്സുണ്ടെങ്കിൽ അതിലെയൊന്നും ആയിരിക്കത്തില്ല നമ്മൾ വരുന്നത്. നമ്മൾ വേറൊരു പ്രൊജക്ഷൻ കണ്ടുപിടിക്കും. കുട്ടികൾ എപ്പോഴും അങ്ങനെയാണ്. അപ്പുറത്തെ ചേച്ചിയുടെ അടുത്ത് പോയി 2 മുട്ട വാങ്ങിച്ചോണ്ടോ എന്ന് പറഞ്ഞാൽ ഗേറ്റ് തുറന്ന് വീടിൻ്റെ മുന്നിലൂടെ അല്ല കുട്ടി ഒരിക്കലും പോകുന്നത്. കുട്ടി ചിലപ്പോൾ വേലിയൊക്കെ ചാടിക്കിടന്ന് വേറൊരു വഴിയിലൂടെ ആയിരിക്കും പോകുന്നത്. പക്ഷെ ഈ ONVയുടെ കവിതയിൽ പ്രവർത്തിക്കുന്ന ഈ കെമിസ്ട്രിയെ കുറിച്ച് ഒരിക്കൽ എന്നോടൊപ്പം റിസർച്ച് ചെയ്യുന്നൊരു ജിയോഗ്രാഫറായിരുന്ന ജയദേവിനോട് ഞാനൊരിക്കൽ ചോദിച്ചു, എൻ്റെ ഒരു ഡൗട്ട് ഞാൻ നിന്നോട് പറയട്ടെ. നമ്മൾ ഈ നേരായ വഴിയെന്നും വളഞ്ഞ വഴിയെന്നും പറയുന്ന ഒരു സാധനമുണ്ട്. ഈ നേരായ വഴിയിലൂടെ പോകുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് എത്തുക എന്നും നമ്മൾ കൃത്യമായി എത്തുക എന്നും പറയുന്ന ഒരു ധാരണയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. പക്ഷെ കുട്ടികൾ അങ്ങനെ ഒരു വഴിയല്ലല്ലോ തിരഞ്ഞെടുക്കുന്നത്. അവർ വേറൊരു വഴിയാണ്. എന്ന് മാത്രമല്ല, നമ്മൾ എത്തുന്നതിനേക്കാൾ മുൻപേ ആ വളഞ്ഞ വഴിയിലൂടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണല്ലോ. ഇതിന് ജിയോഗ്രഫിക്കലി ഞാൻ ഈ പറയുന്ന സിദ്ധാന്തത്തിന് എന്തെങ്കിലും ഒരു തിയറി പറയാൻ നിനക്ക് കഴിയുമെന്ന് പറഞ്ഞപ്പോൾ അവ എന്നോട് പറഞ്ഞ കാര്യമാണ്. നീ പറഞ്ഞതാണ് കഴിയും. മാപ്പ് നമ്മൾ വരയ്ക്കുമ്പോൾ മെർക്കൻഡൈൽ പ്രൊജക്ഷൻ എന്ന് പറയും. നമ്മൾ ഈ നേരായ രേഖകൾ നമ്മൾ അതിനകത്ത് വരയ്ക്കും. പക്ഷെ എപ്പോഴും ഭൂമിയുടെ നിയമം എന്നത് വളഞ്ഞ വഴിയാണെന്നുള്ളത് ശ്രദ്ധിച്ചാൽ അറിയാം. അത് കൃത്യമായി നമ്മളെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ചിലപ്പോൾ വിമാനങ്ങൾ ഒന്ന് വളഞ്ഞ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ KSRTC ഡ്രൈവർമാരോട് ചോദിച്ചാൽ മതി. അവർ KSRTC പറയുന്ന നേരായ വഴി വിട്ടിട്ട് ചിലപ്പോൾ ലക്ഷ്യസ്ഥാനത്തെത്താൻ ഈ കുട്ടിയുടെ ഒരു പ്രൊജക്ഷൻ ഉപയോഗിക്കുന്നത് പോലെ ONV സാറിലെ കുട്ടി അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഈ മെർക്കൻഡൈൽ പ്രൊജക്ഷൻ ഉപയോഗിക്കുന്നത് പലതരത്തിൽ നമുക്ക് കാണാൻ പറ്റും. ആ ONV എന്തുകൊണ്ട് നമുക്കേറെ പ്രിയപ്പെട്ട, ഇപ്പോഴും പ്രിയപ്പെട്ട, നിരന്തരമായി വായിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പാഠപുസ്തകങ്ങൾക്ക് പ്രിയപ്പെട്ട, ക്ലാസ് മുറികൾക്ക് പ്രിയപ്പെട്ട, അത് പറയുമ്പോൾ ക്ലാസ് മുറികൾക്ക് സാറ് പ്രിയപ്പെട്ടതാവുന്നത് സാറിൻ്റെ കവിതകൾ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, സാറ് കൃത്യമായി ക്ലാസ് എടുക്കും. അത് സാറ് സിലബസ് കംപ്ലീറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷെ സാറ് കൃത്യമായി ക്ലാസ് എടുക്കുമെന്ന് മാത്രമല്ല, എസ്പെഷ്യലി ഇന്ത്യൻ ലിറ്റററി തിയറിയാണ് സാറിൻ്റെ ഒരു സ്പെഷ്യലൈസേഷൻ. ഭാമഹനെ കുറിച്ച് അദ്ദേഹം പറയുന്നു, അദ്ദേഹം കുന്തകനെ കുറിച്ച് പറയുന്നു, അദ്ദേഹം ക്ഷേമേന്ദ്രനെ കുറിച്ച് പറയുന്നു, അദ്ദേഹം രസഗംഗാധരത്തെ കുറിച്ച് പറയുന്നു, അദ്ദേഹം അല്ലെങ്കിൽ അപ്പയ്യ ദീക്ഷിതരെ കുറിച്ച് അദ്ദേഹം പറയുന്നു, കുവലയാനന്ദത്തെ കുറിച്ച് പറയുന്നു, അദ്ദേഹം AR രാജരാജവർമ്മയെ കുറിച്ച് പറയുന്നു, ഭാഷാഭൂഷണത്തെ കുറിച്ച് പറയുന്നു. ഈ അൻപ് ഉണ്ടല്ലോ, ഈ സ്നേഹം കവിതയിലൂടെ നമ്മുടെ പ്രിയപ്പെട്ടവനായി തീരുന്ന ONV സാറിൻ്റെ ഈ സ്നേഹത്തിന് നമുക്ക് പല അടയാളങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഈ അടയാളമാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ കാണുന്നത് എന്ന് എനിക്ക് തോന്നുന്നു.
ഒരുപക്ഷെ മലയാളം കണ്ട മികച്ച പ്രഭാഷകരിലും ഒരാളാണ് ONV സാർ. അങ്ങനെ അടയാളപ്പെടുത്തപ്പെട്ടിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗം നമുക്ക് ബോറടിക്കാതെ കേട്ടുകൊണ്ടിരിക്കാം എത്ര നേരം വേണമെങ്കിൽ. ആ പ്രസംഗത്തിനിടയിൽ അദ്ദേഹം ചില ഏറ്റിറക്കങ്ങൾ കൊണ്ടുവരുന്നു. മലയാളത്തിലെ ഏറ്റവും മികച്ച ഗദ്യ സാഹിത്യകാരന്മാരിൽ ഒരാളാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന പുഷ്കിൻ സ്വാതന്ത്ര്യബോധത്തിന്റെ ദുരന്തഗാഥ എന്ന അദ്ദേഹത്തിന്റെ ഈ പുസ്തകം. എന്ത് മനോഹരമായ ഗദ്യത്തിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. കവിതയിലെ സമാന്തര രേഖകൾ എന്ന് അദ്ദേഹത്തിന്റെ ഒരു കൃതിയുണ്ട്. ഇടപ്പള്ളി ചങ്ങമ്പുഴയെ അദ്ദേഹം സമാന്തരമായി വായിക്കുന്ന ഒരു പ്രക്രിയ. എന്ന് മാത്രമല്ല, കേരള സർവകലാശാലയുടെ മലയാള വിഭാഗം നടത്തിയ അനുസ്മരണ പ്രഭാഷണങ്ങളിൽ കാവ്യ സൗന്ദര്യത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങളുണ്ട്. വൈലോപ്പിള്ളിയെക്കുറിച്ച്, രാമചരിതം മുതൽ ഇങ്ങോട്ട് മലയാള കവിതയുടെ അനുസ്യൂതിയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ONV സാറിന്റെ കവിതയിലുള്ള മറ്റൊരു മഹത്തായ സ്രോതസ്സിനെ കുറിച്ച് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത് നമ്മൾ ഈ വേൾഡ്ലിനെസ് എന്നൊക്കെ പറയുന്ന, യൂണിവേഴ്സൽ എന്നൊക്കെ പറയുന്ന, കോസ്മിക് എനർജി എന്നൊക്കെ പറയുന്ന ഒരു ആഘോഷത്തിന്റെ ഒരു ഇന്നർ സൗണ്ട് ONV സാറിന്റെ കവിതയിൽ മുഴങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു പക്ഷെ അത് സുവ്യക്തമായി കാണാൻ പറ്റുന്ന കവിത സൂര്യഗീതമാണ്. സ്വസ്തി ഹേ സൂര്യദേ സ്വസ്തി, മറ്റുള്ളവർക്കായി എഴുത്തച്ഛനിലിടകുന്നു. എന്നിട്ട് സാറ് സൂര്യനെ കുറിച്ച് പറയുമ്പോൾ മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ, വറ്റാത്ത നിറവാർന്ന നിൻ തപ്തദീപ്തമാം അക്ഷയപാത്രത്തിൽ നിന്നുറന്നൊഴുകുന്നൊരിത്തിരി ചുടുപാൽ കുടിച്ചിവിടെ. സത്യത്തിൽ അവിടെ എതിയില്ല, മുറിക്കുന്നില്ല. ഇങ്ങനെ കവിത മുന്നോട്ട് പോകും. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്തിനാണ് ഈ കവിത ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്? മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ, വറ്റാത്ത നിറവാർന്ന നിൻ തപ്തദീപ്തമാം അക്ഷയപാത്രത്തിൽ നിന്നുറന്നൊഴുകുന്നൊരു തിരിച്ചുടുപാൽ കുടിച്ച്. ഇത് സത്യത്തിൽ സൂര്യപ്രകാശം ഇങ്ങനെയാണ് വരുന്നത്. അത് ബ്ലോക്കില്ല, അതിങ്ങനെ ഒരു തുടർച്ച പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരുപക്ഷെ ഈ വരവ് അദ്ദേഹം ആഘോഷിക്കുന്ന അതിലെ അതിമനോഹരമായ ഭാഗങ്ങളുണ്ടല്ലോ. പൂവുകളിൽ അടിവെച്ചു പുഴകളിൽ നീരാടി പുളിനഹരിതങ്ങളിൽ തളികൾ നിറച്ചു കിളിമൊഴികളാൽ സ്വരജതികൾ ഉരുവിട്ടു കുളിരിന്റെ കുടമൂതി തെങ്ങിന്റെ തിരിജടയിൽ ഇളനീരൊളിപ്പിച്ചു കദളിയുടെ ഒരു മുലക്കൂമ്പ് കൊണ്ടൊന്നല്ല 10 മണ്ണിന്റെ ഉണ്ണികൾ. ഈ സൂര്യപ്രകാശം പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ്. പൂവുകളിൽ അടിവെച്ചു പുഴകളിൽ നീരാടി പുളിനഹരിതങ്ങളിൽ. ആശാന്റെ പ്രസിദ്ധമായ കവിത ഉണ്ടല്ലോ, ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും. അത് നോക്കൂ, ഡയലക്റ്റിക്കലി 2 ജീവിയാണ്, ചന്തമേറിയ പൂവ്, ശബളാഭമാം ശലഭം. പക്ഷേ ആശാൻ തന്നെ മറ്റൊരു കവിതയിൽ കുട്ടിയെ കൊണ്ട് ചോദിപ്പിക്കുന്നുണ്ട്, അമ്മയെ ചെമ്മേ ഈ പാറിപ്പോകുന്ന പൂക്കൾ എന്തേ? അല്ല, പൂക്കൾ അപ്പോൾ പൂക്കളല്ല, അത് ശലഭങ്ങളാണ്. പക്ഷെ ആ കവിതയുടെ തുടർച്ച മലയാള കവിതയിൽ പൂവുകളിൽ അടിവെച്ചു പുഴകളിൽ നീരാടി ജലത്തിലേക്ക് ഇറങ്ങി പുളിന ഹരിതങ്ങളിൽ തളികകൾ നിറച്ചു കിളിമൊഴികളാൽ അത് ശബ്ദത്തിലേക്ക് കയറി. നോക്കൂ, നിറത്തിൽ നിന്ന് വേറൊരു ഇന്ദ്രിയ പ്രത്യക്ഷത്തിലേക്കുള്ള ഈ കവിതയുടെ ട്രാൻസ്ഫർമേഷൻ കണ്ടോ? ഇത് സത്യത്തിൽ ധ്യാനാത്മകമായ പോയട്രിയുടെ ഒരു ശില്പവിദ്യയാണ്. അദ്ദേഹം ഒരു ചെറിയ കൊത്തുളിയുമായി അങ്ങനെ തൻ്റെ ശില്പത്തിൻ്റെ അടുക്കലിരിക്കും, എന്നിട്ട് ഇങ്ങനെ കൊത്തുന്നു. ഈ കൊത്തലിൻ്റെ എഴുത്തുമുറിയിലേക്കാണ് ONV സാറ് സത്യത്തിൽ അന്ന് ഞങ്ങളെ കൊണ്ടുപോയത്. ഇന്ന് വേണമെങ്കിൽ നമുക്ക് ഇന്ത്യവരത്തിൽ പോയിട്ട് ആ റൂമിലേക്ക് കയറുമ്പോൾ ടീച്ചർ കുറെ കൂടെ സ്നേഹത്തിൽ വിളിച്ച് കയറ്റും, വരൂ കയറാം. പക്ഷെ ONV സാറിനോടൊപ്പം ആ മുറിയിലേക്ക് കയറാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇനി സംഭവിക്കാത്തൊരു കാര്യം. അതിന് ഞാൻ സോമസാറിനോട് പലതവണ നന്ദി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സാർ എൻ്റെ മുമ്പിൽ ഇരിക്കുക, പലതവണ ഞാൻ നന്ദി പറഞ്ഞിട്ടുണ്ട്. ആ സ്നേഹം അത്ഭുതപ്പെടുത്തുന്നു. അതുകൊണ്ട് ഓരോ ക്ലാസ് മുറിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഞാൻ എടുക്കുന്ന ഒരു നിഷ്ഠയുണ്ട്. നമ്മൾ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന ഒരു വാത്സല്യത്തിന് ആരെ കണ്ട് പഠിക്കണമെന്ന് ചോദിച്ചാൽ അത് ONV സാറിനെ കണ്ട് പഠിക്കണമെന്നാണ്. ഒരുപക്ഷെ സാറ് മക്കൾക്ക് കൊടുക്കുന്നതിനേക്കാൾ സ്നേഹം സാർ പഠിപ്പിച്ച കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ടീച്ചറും അത് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. തീർച്ചയായും അല്പം നീണ്ടുപോയ എൻ്റെ വർത്തമാനത്തെ ഉപസംഹരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.